ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ദോശ റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ഹുരളി ദോസ. ഹുരളി എന്ന് കന്നഡത്തിൽ പറഞ്ഞാൽ മുതിരയാണ്. അപ്പോൾ മുതിര ഉപയോഗിച്ചൊരു ദോശയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഈ ദോശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മുതിര എടുത്തു വെച്ചിട്ടുണ്ട്, ഉഴുന്ന്, അവില്, കുറച്ച് തിക്കായിട്ടുള്ള അവില് കിട്ടില്ലേ, അതാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, പച്ചരി, പിന്നെ ഉലുവ. ഇത്രയും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിത് കഴുകിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് ഒരു 7-8 മണിക്കൂറിന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സ് തുടങ്ങാം. 7-8 മണിക്കൂർ നല്ലോണം അത് സോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഞാനൊരു ദോശമാവ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു ദോശമാവ് പോലെ അരച്ചെടുക്കും. ഇനി ഈ മാവ് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. മാവ് നല്ലോണം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. അതിൽ നല്ലോണം എണ്ണ പരത്തിയിട്ട് ഇനി നമുക്കത് സാധാരണ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അതിന് ചുറ്റും എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി മൊരിയുമ്പോൾ മറച്ചിട്ടിട്ട് ദോശ പോലെ ചുട്ടെടുക്കുക. അപ്പൊ ദോശ റെഡി. ഇത് ചട്നിയിലൂടെയോ സാമ്പാറിലൂടെയോ സെർവ് ചെയ്യാം. ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുമായി. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.